റോക്കിയുടെ KGF പോലെ ടിപ്പു സുൽത്താന്റെ ശ്രീരംഗപട്ടണത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. മൈസൂർ കടുവയുടെ ഈ ഒരു ലോകം ശരിക്കും നമ്മൾ ഏവരും കാണേണ്ടത് തന്നെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസിൽ നിന്നും പുറത്തിറങ്ങി പഴയ ചരിത്രകാലത്തിലേക്ക് തന്നെ മടങ്ങാൻ വേണ്ടിയിട്ട് ഒരു കുതിരവണ്ടിയിലാണ് നമ്മൾ യാത്ര. ഒരു കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താനെയും ഹൈദർ അലിയെയും ഒക്കെ വഹിച്ചുകൊണ്ട് ഇതുപോലെ ഓരോ കുതിരവണ്ടികൾ സഞ്ചരിച്ച സ്ഥലമാണിത്. നമ്മൾ ചെറിയ റോഡ് വിട്ടിട്ട് ഇനി ഈ നാഷണൽ ഹൈവേ ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് പോകാനുള്ളത്. എൻ്റെ ഒരുപാട് കാലത്തെ സംശയമായിരുന്നു, പണ്ട് കാലത്ത് ഇതുപോലെ കുതിരവണ്ടികൾ ഇവരെയും കൊണ്ട് വഹിച്ചു പോകുമ്പോൾ പെട്ടെന്ന് എത്തുമെന്നുള്ളത്. പക്ഷേ ഇതിനൊക്കെ നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കയറി ചെല്ലാൻ പോകുന്നതാണ് ശ്രീരംഗപട്ടണത്തിന്റെ കവാടം. ടിപ്പുവിനെ വധിക്കുന്നതിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ അകത്ത് കയറാൻ വേണ്ടി തകർത്ത കവാടമാണ് ഈ കാണുന്നത്. ശരിക്കും കാവേരി നദിയാൽ ചുറ്റപ്പെട്ട ഒരു ഐലൻഡാണ് ശ്രീരംഗപട്ടണം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിനുള്ള ആപ്ലിക്കേഷൻ പെൻഡിങ്ങിലുള്ള ഒരു സ്ഥലം കൂടിയാണിത്. ഈ ശ്രീരംഗപട്ടണം ആളുകൾക്കായി തുറന്നു കൊടുത്തിട്ട് ദശാബ്ദങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. ഈ ഇരു കവാടങ്ങൾ കഴിഞ്ഞ് മാത്രമാണ് നമുക്ക് അതിനുള്ളിലേക്ക് കയറാൻ സാധിക്കുക. ഞാൻ റോക്കിയുടെ KGF എന്ന് വെറുതെ പറഞ്ഞതല്ല, ശരിക്കും ഇത്രത്തോളം സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഐലൻഡാൽ ചുറ്റപ്പെട്ട ഈ ഒരു നാട്ടിലേക്ക് കടന്നു വരാൻ ഈ രണ്ട് വലിയ കവാടങ്ങൾ അന്നത്തെ കാലത്ത് അത്രത്തോളം പടയാളികളുടെ സെക്യൂരിറ്റി കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. ടിപ്പുവിനെയും മറ്റു പടയാളികളെയും പോലെ നമ്മളും കുതിരവണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ടിപ്പു സുൽത്താന്റെ ജുമാ മസ്ജിദ്. മസ്ജിദുൽ ആല എന്ന പേരിലാണ് ഈ മസ്ജിദ് അറിയപ്പെടുന്നത്. ടിപ്പു സുൽത്താന്റെ ഭരണകാലമായ 1786-87 വർഷങ്ങളിലാണ് ഈ മസ്ജിദിന്റെ നിർമ്മാണം പൂർത്തിയായത്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇന്ന് ഈ മസ്ജിദ് ഉള്ളത്. എന്നാലും ഇതിൽ ഇപ്പോഴും ഒരു മദ്രസ പ്രവർത്തിക്കുന്നുണ്ട്. മസ്ജിദിനകത്തേക്ക് ക്യാമറ കയറ്റാൻ സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങി. ഇത്രയും നേരം ഞാൻ മുൻപിലായിരുന്നു ഇരുന്നത്, ഇനി പുറകിലിരുന്നൊന്ന് യാത്ര ചെയ്തു നോക്കാം. എനിക്ക് ശരിക്കും നമ്മളൊരു പഴയ കാലഘട്ടത്തിൽ ജീപ്പിലൊക്കെ ഇരുന്നിട്ട് പുറകിലേക്ക് കണ്ടിട്ടുള്ള ഒരു യാത്രയായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ടിപ്പു സുൽത്താൻ മറ്റ് രാജാക്കന്മാരിൽ നിന്നും വേറിട്ട് നിന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. ഈ കാണുന്നത് ടിപ്പു സുൽത്താന്റെ വെടിമരുന്ന് ശാലയാണ്. അപ്പോൾ പലർക്കും തോന്നാം ആ കാലഘട്ടത്തിൽ വെടിമരുന്നൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളത്. ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് റോക്കറ്റ് ബോംബ് യൂസ് ചെയ്തത് ടിപ്പു സുൽത്താനാണ്. അത് ശരിക്കും പലർക്കും അറിയില്ല. ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് ടിപ്പു സുൽത്താന്റെ ഡെത്ത് പ്ലേസിലേക്കാണ്. അതായത് ടിപ്പു സുൽത്താനെ വധിക്കുന്നതിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണത്തിലേക്ക് ഇരച്ചു കയറുകയും ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ ടിപ്പു സുൽത്താൻ പുറത്തേക്ക് വരികയും പിന്നീട് അതൊരു യുദ്ധരൂപത്തിലേക്ക് മാറുകയും അതിനുശേഷം ടിപ്പു സുൽത്താന്റെ മയ്യത്ത് ഇവിടെയാണ് വീട് കിടന്നത് എന്നാണ് പറയപ്പെടുന്നത്. ടിപ്പു സുൽത്താന്റെ കൊട്ടാരത്തിൽ നിന്നും അല്പം ദൂരെയായിട്ടാണ് ഈ സ്ഥലമുള്ളത്. ഇപ്പോൾ ശ്രീരംഗപട്ടണം ഒരു മാർക്കറ്റും അതേപോലെ തന്നെ പല ആളുകളും താമസിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും ഇതൊരു വേറെ ഒരു ലോകം തന്നെയാണ്. ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിച്ച സമയത്ത് ഈ വാട്ടർ ഗേറ്റ് വഴിയാണ് ഉള്ളിലേക്ക് ഇരച്ചു കയറിയത്. ടിപ്പു സുൽത്താന്റെ ഒരു സന്തത സഹചാരി അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കുകയായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ കൊട്ടാരം, അതായത് അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലം. ശരിക്കും ഈ കാണുന്നത് അതിന്റെ ഒരു ചെറിയ അംശം മാത്രമാണ്. ഇതിന്റെ അകത്ത് ഒരുപാട് സ്വർണ്ണങ്ങളും രത്നങ്ങളും ഉണ്ടെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാകുകയും അതിനുശേഷം അവർ ഈ കൊട്ടാരം ബോംബിട്ട് തകർത്തതിനു ശേഷം ആ സ്വർണ്ണങ്ങളും രത്നങ്ങളും എല്ലാം എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു. ഏക്കറുകളോളം നീണ്ടു നിന്ന ഈ ഒരു കൊട്ടാരത്തിന്റെ ഈ ഒരു ചെറിയ അംശം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അന്ന് ബോംബിട്ട് തകർന്ന ആ ഭാഗങ്ങളൊക്കെ ഇന്നും അതേപോലെ അവിടെയുണ്ട്. ടിപ്പു സുൽത്താനെ പലപ്പോഴും പലരും ഒരു മതഭ്രാന്തനായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇതിന്റെ അകത്ത് ഒരു ടെമ്പിൾ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. ഇതാണ് രംഗനാഥസ്വാമി ടെമ്പിൾ, ശ്രീരംഗപട്ടണം. അവിടെയും കടക്കാൻ പറ്റിയില്ല. ഇനി അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് ആംഗ്ലോ മൈസൂർ വാറിൽ ടിപ്പു സുൽത്താനും അദ്ദേഹത്തിന്റെ പിതാവ് ഹൈദർ അലിയും ബന്ദികളാക്കിയ ബ്രിട്ടീഷ് ഭടന്മാരെ പാർപ്പിച്ചിരുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ജയിലാണ്. 4 വശങ്ങളും ഗാർഡനാൽ ചുറ്റപ്പെട്ടതാണ് ഈ ഒരു പ്രിസൺ. കേണൽ ബെയ്ലീസ് ഡങ്കൻ എന്നാണ് ഈ ഒരു പ്രിസൺ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 1782 കേണൽ വില്യം ബൈലി എന്ന ഒരു ബ്രിട്ടീഷ് ഓഫീസർ മാത്രമാണ് ഇവിടെ വെച്ച് മരണമടിഞ്ഞത്. അതിനാലാണ് ഇതിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയത്. അദ്ദേഹത്തിന് ഇവിടുത്തെ രീതികളോട് പൊരുത്തപ്പെടാൻ സാധിച്ചിരുന്നില്ല. ഇവിടെ ബന്ദികളാക്കിയിരുന്ന പോലീസ് ഓഫീസറിന്റെ കഴുത്തറ്റം വെള്ളത്തിൽ മുക്കി വെക്കുകയും അതേപോലെ തന്നെ അവരെ ഇവിടുത്തെ കല്ലുകളെല്ലാം ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. ഇതിന്റെയൊക്കെ അകത്തേക്ക് കയറുമ്പോൾ ശരിക്കും നമ്മൾ ഒരു ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇവിടുത്തെ ഓരോ ചുവരുകൾക്കും നമ്മളോട് ഒരുപാട് ചരിത്രങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതിലെ താഴേക്കൊരു വഴി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ശരിക്കും എന്താണ് ഇതിന്റെ ഒരു ആവശ്യമെന്ന് മനസ്സിലാവുന്നില്ല. പണ്ട് ജയറാമേട്ടന്റെ ഏതോ ഒരു സിനിമയിൽ ഒരു ഗാന ചിത്രീകരണത്തിൽ ഈ ഒരു സ്ഥലം കണ്ടതായി ഞാൻ ഓർക്കുന്നു.
അതിന്റെ പുറത്ത് ഈ സ്ഥലങ്ങളൊക്കെ ശരിക്കും നമുക്ക് കാണാൻ തന്നെയുണ്ട്. ഈ ചുമരുകളിലെല്ലാം തന്നെ ചെറിയ ചെറിയ ഹോൾസുകൾ നമുക്ക് കാണാം. അതിലൂടെ ഇവിടുത്തെ പടയാളികൾ ഗണ്ണുമായി നിൽക്കുകയായിരുന്നു. അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ഇത്. ഇതിന്റെ ഒരു ഭാഗം കാവേരി നദിയാൽ ചുറ്റപ്പെട്ടതായിരുന്നു. ഇന്ന് കാവേരിയിൽ അല്പം വെള്ളം കുറവായിരുന്നെങ്കിലും ആ കാലഘട്ടത്തിൽ അത്രത്തോളം വെള്ളമുള്ള ഒരു സ്പോട്ട് തന്നെയായിരുന്നു കാവേരി നദി. ആ കാലഘട്ടത്തിലൊക്കെ ഇതിന്റെ ഉള്ളിലൊക്കെ കൊണ്ടിട്ട ഒരു അവസ്ഥ എന്തായിരിക്കും? തണുപ്പുണ്ടല്ലേ. ഇതും കൂടെ കണ്ട് ശ്രീരംഗപട്ടണത്തിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. വല്ല തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക.